കർക്കിടകത്തിലെ കറുത്തവാവ് ദിനത്തിൽ വിവിധ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി. പിതൃക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിനായി പുണ്യതീർത്ഥങ്ങളാലും പഞ്ചദ്രവ്യങ്ങളാലുമാണ് ബലിതർപ്പണം. പുറങ്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുലർച്ചെ 5ഓടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയത്. വസ്തുക്കളൊക്കെ ഒന്ന് പരിശോധിക്കാം. നമുക്ക് കിട്ടിയ വസ്തുക്കളൊക്കെ ഒന്ന് പരിശോധിക്കാം. ആ വലത്തുഭാഗത്തുള്ള ഇലയിൽ ചന്ദനം, പൂവ്, എള്ള്, കവ്യം, ദർഭ എല്ലാം വൃത്തിയായിട്ടുണ്ടോ എന്ന് നോക്കുക. ദർഭ കൂട്ടി കെട്ടിയതാണ്, അത് അഴിച്ചു വെക്കുക. എന്നാൽ 3ആക്കി വെക്കേണ്ടതുണ്ട്. ഒരു കെട്ടിയ പുല്ല്, ഒരു പവിത്രം, കുറച്ച് കെട്ടില്ലാത്ത പുല്ലുകൾ. ആദ്യം നമ്മുടെ പവിത്രം ധരിക്കുക. ആ പവിത്രം എടുത്ത് വലത് കൈയുടെ മോതിരവിരൽ ധരിക്കുക. കെട്ടി മുകളിലോട്ട് വരുന്ന തരത്തിൽ ഇതുപോലെ ധരിക്കുക. അതിന് ആദ്യം ഒരു പുഷ്പമെടുത്ത് നിലത്ത് വെച്ച് അതിൻ്റെ മുകളിൽ ജലപാത്രം വെക്കുക. കൈയൊന്ന് നനച്ച് വലതുഭാഗത്തുള്ള ഇലയിൽ നിന്ന് എല്ലാം കുറേശ്ശെ എടുക്കുക. അരി, പൂവ്, എള്ള്, ചന്ദനം വെച്ച് നമ്മുടെ സപ്ത നദികളുടെ സാന്നിധ്യം ഈ ജലത്തിലേക്ക് ആവാഹിക്കുകയാണ്. അപ്പോൾ അത് അടച്ചുപിടിച്ച് നമ്മൾ ശ്രദ്ധാപൂർവം അങ്ങനെ ിലേക്ക് ഉണ്ടായി എന്ന് സങ്കല്പിച്ച് ആ മോതിര വിരല് കൊണ്ട് ആ ജലത്തിലൊന്ന് കറക്കുക. അല്ലെങ്കിൽ ജലത്തിൽ ഓം എഴുതാം, അല്ലെങ്കിൽ കറക്കുക. എന്നിട്ട് ആ ജലപാത്രം ഇടത് കയ്യിൽ ജലം സമർപ്പയാമി. ഇനി ചന്ദനം തൊട്ട് ജലം സമർപ്പിക്കാം. ചന്ദനത്തിലൊന്ന് ജലം തൊട്ടിട്ട് ജലം ചേർത്ത് ഗന്ധോദകം സമർപ്പയാമി, ഗന്ധോദകം സമർപ്പയാമി, ഗന്ധോദകം സമർപ്പയാമി. ശിവന് ജലം സമർപ്പിക്കും. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. അടുത്ത ആൾക്കാരെ അതിനകത്ത് മാറ്റി ശേഷം ഇരുന്നാൽ മതി. പാഠം പറയാണ്, ഇതിലേക്ക് പറയാ. ഓ തത് മമ ഉപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര ശ്രേഷ്ഠാചാര്യ സഭ കർമ്മത്തിന് നേതൃത്വം നൽകി. ഒരേ സമയം 200 മുതൽ 300 പേർക്ക് വരെ ബലിയിടാൻ സൗകര്യം ഒരുക്കിയിരുന്നു. തർപ്പണത്തിന് ശേഷം കടലിൽ നിമജ്ജനം ചെയ്യുമ്പോൾ പോലീസിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും നാട്ടുകാരുടെയും സുരക്ഷയും ഒരുക്കിയിരുന്നു. കൂടാതെ ക്ഷേത്രത്തിലെത്തുന്നവർക്ക് വാഹന സൗകര്യവും പ്രഭാത ഭക്ഷണവും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്തിരുന്നു. പുറങ്കര ശ്രീകൃഷ്ണ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കർക്കിടവാവ് ബലിതർപ്പണം ഇവിടെ അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 3600-നടുത്തുള്ള ആളുകൾ ഈ വാവുബലി തർപ്പണത്തിൽ പങ്കെടുത്തിരിക്കുകയാണ്. ഇവിടെ ഇത്രയൊക്കെ ആളുകൾ പങ്കെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം
ഇവിടെ എത്തുന്ന ആളുകൾക്കുള്ള കർമ്മത്തിലുള്ള സംതൃപ്തിയും അതുപോലെ തന്നെ സുരക്ഷയിലുള്ള സംതൃപ്തിയും കൊണ്ടാണ് ഇത്രയും ആൾക്കാർ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വൻ ജനത്തിരക്കായിരുന്നു. ആ ഒരു തരത്തിലേക്ക് ക്ഷേത്ര കമ്മിറ്റി ഉയർന്നിരിക്കുന്നു, ക്ഷേത്രത്തിന്റെ പ്രവർത്തനം ഉയർന്നിരിക്കുന്നു. അത്രയേറെ പങ്കാളിത്തം ജനങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കർക്കിടകവുമായി ബന്ധപ്പെട്ട് ഇത്തവണ നമ്മള് മുന്നൊരുക്കം എന്ന നിലയിൽ ഫയർഫോഴ്സിന്റെ സഹായം, വലിയ സഹായം ഉണ്ടായിട്ടുണ്ട്. കോസ്റ്റൽ പോലീസിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. ലൈഫ് ഗാർഡിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. റെഡ് ക്രോസിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ വലിയൊരു സഹായം, കടലിൽ ഇറങ്ങി നിന്നുകൊണ്ടുള്ള ആളുകളെ രക്ഷിക്കാനുള്ള സഹായങ്ങൾ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള സഹായം നമുക്ക് ഇത്തവണ ലഭിച്ചിട്ടുണ്ട്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.